ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു അല്ല യുദ്ധങ്ങളെയും ഫേസ് ചെയ്തിരുന്നു? 1971 യുദ്ധത്തിൽ അന്ന് ഞാൻ ട്രെയിനിങ് ആയിരുന്നു രാജസ്ഥാൻ അജ്മീറിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. അപ്പൊ വെള്ളരിക്കുണ്ടിലെ അല്ലെ നമ്മളെ വെള്ളരിക്കുണ്ടുകാർക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് നമ്മളെ മൈത്രി സ്റ്റോഴ്സ് ഉടമ CH ഇസ്മായിൽ. അപ്പൊ ഇച്ച ഈ കട തുടങ്ങിയിട്ട് വെള്ളരിക്കുണ്ടില് ഏകദേശം എത്ര വർഷമായി? 31 വർഷമായി വെള്ളരിക്കുണ്ടില് ഇങ്ങനെ ഒരു സ്റ്റേഷനറി ഹോം അപ്ലയൻസ്. മുമ്പ് ഫാൻസി ഉണ്ടായിരുന്നു, മുമ്പ് മൈത്രി അല്ല, മുൻപുണ്ടായത് ഷാഹിന സ്റ്റോർ. തുടങ്ങുന്ന കാലത്ത് ഷാഹിന സ്റ്റോഴ്സ് എന്ന പേരിലായിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നീട് നിലവിലുള്ള ബിൽഡിങ്ങുകൾ മാറി ഇപ്പൊ പുതിയ ബിൽഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് പേര് മാറ്റി. ഈ മൈത്രി എന്ന പേരിടാനുള്ള കാരണം എന്താ? എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് എല്ലാവരും, അതെ, ഒരു എല്ലാവരോടുമുള്ള ഒരു മൈത്രി, എപ്പോഴും ഇച്ചയുടെ മുഖത്ത് കാണുന്ന ചിരി പോലെ എല്ലാവരോടുള്ള ഒരു മൈത്രി എന്നുള്ള ലക്ഷ്യത്തിലാണ് അദ്ദേഹം മൈത്രി സ്റ്റോഴ്സ് എന്നു പേരിട്ടത്. ഇത് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും അറിയാം, സുപരിചിതനാണ്. പക്ഷെ അതിനു മുമ്പ്, ഈ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കൊന്ന് ചോദിക്കാം. വെള്ളരിക്കുണ്ടിൽ വരുന്നതിന് മുമ്പ് ഏത് രംഗത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത്? കേന്ദ്ര സർവീസിൽ CRPF 22 വർഷം സർവീസ് ചെയ്തു. അതെ, ഒരു CRPF ജവാനായിരുന്നു അല്ലേ? അതായത് നമ്മളെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന CRPF എന്ന ഘടകത്തിലെ ഒരു ജവാനായിരുന്നു നമ്മളെ CH ഇസ്മായിൽച്ചയുടെ സ്വദേശം കൂരാങ്കുണ്ട് അല്ലേ? കൂരാങ്കുണ്ടുകാരനാണ്. കൂരാങ്കുണ്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഇച്ച. ഒരു മിലിറ്ററി മാനാണ്. അപ്പൊ മിലിറ്ററി സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഷോപ്പ് തുടങ്ങിയത് അല്ലേ? അതെ. അപ്പൊ സർവീസ് രംഗത്ത് ഉണ്ടായിരുന്ന ഇച്ചയുടെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? കാരണം ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു അല്ല യുദ്ധങ്ങളെയും ഫേസ് ചെയ്തിരുന്നു? 1971 യുദ്ധത്തിൽ അന്ന് ഞാൻ ട്രെയിനിങ് ആയിരുന്നു രാജസ്ഥാൻ അജ്മീറിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്തായിരുന്നു യുദ്ധമുള്ള സമയത്തായിരുന്നു. 71 ജോലി മിലിറ്ററി രംഗത്ത് തന്നെ ഉണ്ടല്ലേ? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ? നോർത്ത് ഈസ്റ്റ് ഫുൾ, ആസാം, നാഗാലാൻഡ്, മിസോറം, മണിപ്പൂർ, ത്രിപുര, ഡൽഹി, ബംഗാൾ, പിന്നെ കാശ്മീർ, പഞ്ചാബ്, പിന്നെ ചണ്ഡീഗഡ്, ജമ്മു. അപ്പൊ ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്? അന്നത്തെ കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആസാമായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ നമ്മളോടുള്ള കോണ്ടാക്ട് നല്ല ഇതായിരുന്നു, നല്ലൊരു ഇതാണ്. പ്രകൃതി നോക്കുമ്പോൾ കാശ്മീരാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ജനങ്ങളുമായിട്ട് ഇടപെടുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇട്ടത് ആസാമിലെ ജനങ്ങൾ. നല്ല വ്യക്തികളാണ്. അന്നത്തെ കാലത്ത് ഈ മിലിറ്ററി രംഗത്തേക്ക് എത്തപ്പെടാനുണ്ടായ ഒരു കാരണം എന്താ? ഡയറക്റ്റ് സെലക്ഷൻ ആയിരുന്നു അതോ യാദൃച്ഛികമായിട്ട് ചിലർ അങ്ങനെ രംഗത്തെത്തിയവരുണ്ടാവാം? ഞാൻ റേഷൻ ഷോപ്പിന്റെ സെയിൽസ്മാൻ ആയിരുന്നു. അന്ന് അങ്ങനെ പോയപ്പോ ഒരു കണ്ണൂർ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് ബസ് അങ്ങനെ വലിയ ഇതില്ലല്ലോ. ഇതിപ്പോ ഞാൻ അന്നേരം പോയി. അപ്പൊ എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളെ PV ഭാസ്കരനെയും കൂടെ കൂട്ടിയിട്ടാണ് പോയത്. ഭാസ്കരൻ എന്ന് പറഞ്ഞ മനസ്സിലായി, ബാബുവിന്റെ ചേട്ടൻ ഭാസ്കരനെയും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് പോയത്. ഞാൻ പിന്നെ അവിടെ നിന്നു, ഭാസ്കരനെ കൂടി തിരിച്ചു വന്നു. അവിടെ നിന്ന് ഞാൻ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആയതാണ്. എന്നിട്ട് നേരെ രാജസ്ഥാനിൽ പോയി. ട്രെയിനിങ്ങിൽ രാജസ്ഥാനിൽ പോയി. രാജസ്ഥാനിൽ അജ്മീറിലായിരുന്നു ട്രെയിനിങ്. അപ്പൊ അന്ന് അക്കാലഘട്ടത്തിൽ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ? ചിലപ്പോൾ ചിലർക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ശങ്കരൻ, പിന്നെ BMA നായർ വന്നിട്ട് നമ്മുടെ ഇവിടെ കാഞ്ഞങ്ങാടുള്ള പുല്ലൂരുള്ള ഒരു BMA ആണ്. പുള്ളി ഇന്ന് മരിച്ചുപോയി ഒരു 6 മാസം മുമ്പ്. പിന്നെ സഹർപ്പിക്കും. പിന്നെ ചമ്പ എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഈ കുന്നംകൈയുണ്ട് ചമ്പാൻ. 2-3 ആൾക്കാർ, കുറേ ആൾക്കാരുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ളത് പിന്നെ ഒരു അച്യുതൻ നമ്പ്യാർ, നമ്മുടെ
സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പറശ്ശിനിക്കടവിനക്കരയാണ്. അപ്പൊ ഇപ്പോഴും അവരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളാ. ഇപ്പം സർവീസിൽ നിന്ന് പിരിഞ്ഞ് ഇത്ര വർഷമായി, 33 വർഷത്തിന് മേലെയായി. എന്നിട്ടും ആ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നിലനിർത്തുന്നുണ്ട്. ഇപ്പൊ നിലവില് ഇതിന്റെ ജോലി ചെയ്തതിന്റെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും പെൻഷൻ കിട്ടുന്നുണ്ടല്ലേ? പെൻഷൻ കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ നിലവിൽ ഈ ബിസിനസ്സും കൊണ്ട് അങ്ങ് വളരെ തൃപ്തനാണോ? അതായത് ഇത്ര വർഷമായി. അതെ, ഇപ്പം വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. എല്ലാവരും സഹായിച്ചു, ജനങ്ങളെല്ലാവരും അന്നും ഇന്നും എല്ലാവരും സഹായിക്കും. ഏത് ജാതിയും മതം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും അന്നും മുതൽ ഇന്ന് വരെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അത് നമ്മളെ കസ്റ്റമേഴ്സിനോട് അല്ലെ നാട്ടുകാരോട് നമ്മൾ ഇടപെടുന്ന ഒരു രീതി കൊണ്ടായിരിക്കാം താങ്കളോട് എല്ലാവരും ഇങ്ങനെ ഇപ്പോഴും നല്ല സഹകരണത്തോടെ പോകുന്നത്. ഫാമിലിയെ കുറിച്ച്, കുടുംബം, മക്കൾ എത്ര പേര്? 4 മക്കളുണ്ട്. ഒരാണും 3 പെൺമക്കൾ. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ കഴിവിന്റെ പരമാവധി വിദ്യാഭ്യാസം കൂടുതലും അതില് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പെൺമക്കളെല്ലാം വിവാഹം കഴിഞ്ഞ് ജോലിയുണ്ട്, 2 പേർക്ക് ജോലിയുണ്ട്. വൈഫ് എന്റെ കൂടെ തന്നെയുണ്ട്. ഇതെന്റെ വൈഫാണ്. ഞങ്ങൾ ഒന്നിച്ച് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പോൾ ബിസിനസ്സിൽ സഹായിച്ച് കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നിലവിൽ നല്ല ഇത്രയും വിവരങ്ങൾ നൽകിയതിൽ വളരെ സന്തോഷം. അദ്ദേഹം അങ്ങൊരു മിലിറ്ററി മാൻ ആയിരുന്നു എന്ന് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല. അത് നമ്മളെ പുതിയ തലമുറയ്ക്ക് അറിയിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്.